Hi all, welcome to Exam by Olympiads. So, KUSAT 5, 6, 7 ക്ലാസ്സുകൾ പഠിക്കുന്ന കേരള ലക്ഷദ്വീപ് റീജിയനിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നടത്തുന്ന എക്സാമാണ് JMO അഥവാ ജൂനിയർ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് എന്നുള്ളത്. സോ ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള ഒരു ഇൻട്രോഡക്ടറി വീഡിയോ നമ്മൾ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഇന്ന് നോക്കുന്നത്. നിങ്ങൾക്കറിയാം, നോർമലി ഒരു ഒളിമ്പ്യാഡ് എക്സാം എന്ന് പറയുന്ന ക്ലാസ് 8 ആൻഡ് എബോവ് ഉള്ള സ്റ്റുഡൻസ് 8, 9, 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഒളിമ്പ്യാഡ് എക്സാംസ് നടക്കാറുള്ളത്. KUSAT ഈ ഒരു എക്സാം പ്ലാൻ ചെയ്തിട്ടുള്ള 5, 6, 7 ക്ലാസ്സുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനാണ്. അഥവാ ലൈക്ക് നിങ്ങൾ ഭാവിയിൽ ഇത്തരം എക്സാംസ് അപ്ലൈ ചെയ്യാനുള്ള അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ, പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 5, 6, 7 ക്ലാസ്സുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഈ ഒരു എക്സാം പാറ്റേൺ എന്താണ്, എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ആക്ച്വലി ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. സോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. സോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾ റീഡയറക്ട് ചെയ്യുക ഈ ഒരു പേജിലോട്ടായിരിക്കും. സോ അതിൽ INMO ട്രെയിനിങ് ക്യാമ്പ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. അതായത് IOKM കഴിഞ്ഞ് പിന്നെ RMO, അതിന് പിന്നെ INMO ആണ്. അതിന് മുമ്പായിട്ട് കേരള ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ക്യാമ്പ് ഉണ്ട്. സോ അത് അറ്റൻഡ് ചെയ്തുള്ള സ്റ്റുഡൻസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പൂജ മോഹൻ അല്ലേ, പൂജ മോഹൻ XY JE പ്രോഗ്രാമിലുള്ള സ്റ്റുഡന്റ് ആണ്. കേരള ലക്ഷദ്വീപ് ടോപ്പറും കൂടിയാണ്. കഴിഞ്ഞ RMO കേരള ലക്ഷദ്വീപ് ടോപ്പറാണ് 36 മാർക്സോട് കൂടിയിട്ട് പൂജ മോഹൻ. അതുപോലെ തന്നെ റൂബൻ മാത്യു ഉണ്ട് അല്ലേ, റൂബൻ മാത്യുവും XY ഒളിമ്പ്യാഡ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുള്ള സ്റ്റുഡൻസ് ആണ്. ഫൗണ്ടേഷൻ സ്റ്റുഡന്റും കൂടിയാണ് റൂബൻ മാത്യു. സോ ഇതുപോലെ നിങ്ങൾക്ക് അടുത്ത വർഷം ഒളിമ്പ്യാഡ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒളിമ്പ്യാഡ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. ഓൾറെഡി ഒളിമ്പ്യാഡ് പ്രോഗ്രാംസ് റണ്ണിങ് ആണ്. സോ അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഒളിമ്പ്യാഡ് എന്നുള്ളത് കമന്റ് ചെയ്താൽ മതി. സോ താഴത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാമിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണാൻ പറ്റും. സോ ഇവിടെ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് മെയ് 24 നിങ്ങൾക്ക് വെക്കേഷൻ സമയത്താണ് ആക്ച്വലി പ്രോഗ്രാം എക്സാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. മെയ് 24 2026. ആൻഡ് പരീക്ഷാ ഫീസ് വരുന്നത് 250 rupees ആണ്. സോ രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾ ഈ ഒരു പേജിലോട്ടായിരിക്കും റീഡയറക്ട് ചെയ്യുക. JMO 2026 എന്ന് പറയുന്ന ഒരു ഗൂഗിൾ ഫോമിലോട്ടായിരിക്കും റീഡയറക്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് പേര് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാം, പേഴ്സണൽ ഡീറ്റെയിൽസ്, വാട്സ്ആപ്പ് മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, സ്കൂള്, അതേപോലെ തന്നെ ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ആൻഡ് ഒളിമ്പ്യാഡ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ആൻഡ് രജിസ്ട്രേഷനും ഫീ പേയ്മെന്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ ഫീ അടച്ചിട്ടുള്ള അതിൻ്റെ UPI പേയ്മെന്റ്സ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്, അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ആണ് കൊടുക്കേണ്ടത്. സോ ഫീ അടയ്ക്കേണ്ട അഡ്രസ്സ്, ബാങ്ക് ഡീറ്റെയിൽസ് ആക്ച്വലി ഈ ഒരു ബാങ്ക് ഡീറ്റെയിൽസിലോട്ടാണ്. ഈ ഒരു അക്കൗണ്ട് നമ്പർ അതുപോലെ തന്നെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബാങ്കിലോട്ട് ഫീ അടച്ചിട്ട് അതിൻ്റെ റെസിപ്റ്റ് വേണം ആക്ച്വലി നിങ്ങൾ എന്ത് ചെയ്യാനേ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സോ ഇത്രയാണ്, വളരെ എളുപ്പമായുള്ള പ്രൊസീജിയറാണ് ആക്ച്വലി അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. 250 rupees മാത്രമേ ഉള്ളൂ. വെക്കേഷൻ സമയത്താണ്, നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് ഈ എക്സാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈസിയർ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് സിലബസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്യും. നോർമലി നിങ്ങൾ 5, 6, 7 ക്ലാസ്സുകൾ പഠിക്കുന്ന CBSE, ICSE, NCERT, SCERT ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് ആയിരിക്കും എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കാര്യങ്ങളൊക്കെ അവർ അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. സോ അത്തരം ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. സോ ക്ലാസ് 5, 6, 7 ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒളിമ്പ്യാഡ് എക്സാംസ് അറ്റൻഡ് ചെയ്യണമെന്ന് പ്ലാനുള്ള എല്ലാ സ്റ്റുഡൻസും നിർബന്ധമായിട്ടും ഈ ഒരു എക്സാം വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യുക. കാരണം വെക്കേഷൻ സമയത്ത് നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു എക്സാം ഉള്ളത്. സോ നല്ലൊരു എക്സ്പോഷർ ആയിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്തരം എക്സാംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് മാത്സ് ഇഷ്ടപ്പെടുന്ന, അതുപോലെ ഒളിമ്പ്യാഡ്സ് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെന്ന പ്ലാനുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക. ആൻഡ് മോറോവർ ഇത്തരം വീഡിയോസിന് വേണ്ടിയിട്ട് ഒളിമ്പ്യാഡ് എക്സാംസ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒളിമ്പ്യാഡ്സ് XY ഒളിമ്പ്യാഡ്സ് എന്ന് പറയുന്ന ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു IOKM എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റ്സും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, XY ഒളിമ്പ്യാഡ്സിന്റെ കോഴ്സസ് പേജ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫോർ മോർ വീഡിയോസ് സ്റ്റേ ട്യൂൺഡ്.